നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി 1-ാം തീയതിയാണ്. പുതുവർഷം നമുക്കറിയാം. ഈ പുതുവർഷം പിറക്കുന്നതോട് കൂടിയിട്ട് പ്രകൃതിയിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. അത് സർവ്വ ജീവജാലങ്ങളിലും പ്രകടമാകുകയും ചെയ്യും. അപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ഏറ്റവും അത് ശുഭകരമായി ഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടെ 11 നക്ഷത്രക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ഈ 11 നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഒരു കൈനീട്ടം വാങ്ങിക്കുക. കൈനീട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിഷുവിനാണ് കൈനീട്ടം വാങ്ങിക്കാറ്. പക്ഷേ ഇവിടെ പുതുവർഷം പിറക്കുന്നതോട് കൂടിയിട്ട് സർവ്വ ഐശ്വര്യങ്ങളും നൽകാൻ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള 11 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുകാരണം തന്നെയാണ് ഇവരിൽ നിന്നും നമ്മളൊരു കൈനീട്ടം വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് അവരുടെ ഒരു പകുതി ഐശ്വര്യം നമ്മുടെ കൈകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് കോടീശ്വര യോഗം വരെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പകുതി ഗുണഫലങ്ങൾ നമ്മൾക്കും ലഭിക്കും എന്നുള്ളതാണ്. ഇവരിൽ നിന്നും കൈനീട്ടം ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം വെച്ചടി ജീവിതത്തിൽ കയറ്റം വരും. അത്ര നിസ്സാരമായിട്ട് കാണേണ്ട. ഇവരിൽ നിന്നും മേടിക്കുന്ന കൈനീട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ കറുത്ത വാവ് അമാവാസി, ഇവിടെ ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. കറുത്ത വാവ് വരുന്നത് ജനുവരി 18-ാം തീയതി ഏകദേശം വരുന്നത്. ആ ഒരു സമയത്തായിരിക്കും ഇനി അടുത്തത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പൂജയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും വീഡിയോയിലേക്ക് പോകാം. പറയാൻ പോകുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ, അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെറിയ സംഖ്യയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഈ വർഷക്കാലം മുഴുവൻ ഉയർച്ചയിലെത്താൻ സഹായിക്കുന്നതായിരിക്കും. കാരണം ഈ 11 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഈ വർഷക്കാലം ഉയർച്ച ഉണ്ടാവും. നല്ല കോടീശ്വര യോഗമുള്ള നക്ഷത്രക്കാരാണ്. എന്തായാലും ഇവരുടെ ജീവിതം ഈ ഒരു വർഷക്കാലം ശ്രേഷ്ഠമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ഇവരിൽ നിന്നും മേടിക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിനും ഇവരുടെ പകുതി ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സഹായിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ അതിന് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇവരുടെ ഒരു അംശം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം. ആ ഭാഗ്യ നക്ഷത്രക്കാർ 11 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഈ മീനക്കൂറിൽ വരുന്ന രേവതി നക്ഷത്രക്കാർക്ക്, അത് രേവതി നക്ഷത്രക്കാരുടെ ഈ ഒരു വർഷക്കാലം വളരെ നല്ല ഫലങ്ങളായിരിക്കും. ഇവർക്ക് വളരെ ഭാഗ്യങ്ങളുടെ ഒരു കാലമായിരിക്കും ഈ വർഷക്കാലം. ഈ 2026 പിറക്കുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ജീവിതത്തിൽ വെച്ചടി കയറ്റം വരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും നിങ്ങളൊരു കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനും പാതി ഗുണം നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ. തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതം ഈ വർഷക്കാലം പുരോഗതിയിലേക്ക് എത്തി നിൽക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ വൻ വിജയം നേടാൻ കഴിയുന്ന നക്ഷത്രക്കാരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങളൊരു കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അടുത്ത നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രക്കാരുടെ ജീവിതം ഈ ഒരു വർഷക്കാലം ഏറ്റവും നല്ല ഫലങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക. അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങളൊരു കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പാതി ഗുണം അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടം നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ അടുത്ത നക്ഷത്രമാണ് മൂല നക്ഷത്രം. ഈ മൂല നക്ഷത്രക്കാരുടെ ജീവിതം ഈ വർഷക്കാലം ഏറ്റവും ശ്രേഷ്ഠമായ ഫലത്തിലേക്കായി പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂല നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങളൊരു സംഖ്യ, അത് എത്രയായാലും
നിങ്ങൾ കൈനീട്ടമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതം സുഖകരമായി പോകാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷക്കാലം ഭാഗ്യകാലമാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും നിങ്ങളൊരു കൈനീട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഭാഗ്യകാലമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും. അതായത് അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സഹായിക്കുന്ന ഒരു സമയമായിരിക്കും. ഇവർ പോലും പ്രതീക്ഷിക്കാതെ വലിയ വലിയ ഭാഗ്യങ്ങൾ ഇവർ തേടിയെത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പാതി ഗുണം ലഭിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. അതായത് സൂര്യഭഗവാന്റെ നക്ഷത്രമാണ്, സൂര്യനെ പോലെ ജ്വലിക്കുന്ന നക്ഷത്രമാണ്. ഈ ഉത്ര നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങളൊരു കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വർഷക്കാലം മുഴുവൻ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷക്കാലം ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഐശ്വര്യം അഭിവൃദ്ധി നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അതുപോലെ അടുത്ത നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം. ഈ ആയില്യ നക്ഷത്രം സർപ്പദേവതകളുടെ നക്ഷത്രമാണ്. അതായത് ഈ ആയില്യ നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ പറയേണ്ടി വരും. കാരണം ഒരു നിഗൂഢ സ്വഭാവമുള്ള നക്ഷത്രക്കാരായിരിക്കും. ഇവർക്ക് എന്തിലും ഒരു നിഗൂഢത ഉണ്ടാവും. കാരണം എല്ലാ കാര്യങ്ങളിലും ഇവരൊരു ഒളിച്ചും പാത്തുമാണ് ചെയ്യുന്നത്. കാരണം സർപ്പത്തിന്റെ അതേ രീതി ഇവരിലും ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗ്യം വരാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ആയില്യ നക്ഷത്രക്കാര് 2026. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും നിങ്ങളൊരു ഒരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും പുരോഗതി തേടി വരുന്നതായിരിക്കും ഈ 2026 മുഴുവനും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് മകീര നക്ഷത്രം. മകീര നക്ഷത്രക്കാർക്കും ഇതൊരു ഭാഗ്യവർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ മകീര നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങളൊരു സംഖ്യ ഒരു കൈനീട്ടമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഭാഗ്യം കൊണ്ട് നിറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങളൊരു സംഖ്യ ഒരു കൈനീട്ടമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ശ്രേഷ്ഠമായ ഗുണഫലങ്ങളായിരിക്കും. അതിൻ്റെ ഒരംശം നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. ഒരു തീജ്വാല പോലത്തെ നക്ഷത്രമാണ്. ഇവരിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുന്ന കൈനീട്ടം ഇവരെക്കാളും കൂടുതലും നിങ്ങളുടെ ജീവിതത്തിനായിരിക്കും ഗുണം ചെയ്യുക. എന്തായാലും ഈ 11 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇവരിൽ നിന്നും ഇന്ന് തന്നെ ഒരു കൈനീട്ടം സ്വീകരിക്കാൻ ശ്രമിക്കുക. പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ടാവും. എന്തായാലും ശുഭാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.